വൈഫൊക്കെ എന്ത് പറഞ്ഞു ഇത് കണ്ടിട്ട്, ഈ ട്രോള് കണ്ടിട്ട്? ഞാൻ ട്രോൾ ചെയ്യപ്പെടുക, എന്നെ കളിയാക്കുക, രൂപനായിട്ടിരിക്കുക, അതൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഭാര്യ. പക്ഷേ ഇന്നലെ ഒന്ന് എയറിൽ കയറി അല്ലേ? ഇടക്കിടക്ക് എയറിൽ കയറുന്ന വിഷമിച്ച നായിക അങ്ങനെ. നിങ്ങള് ചെയ്യുന്ന പോലെയുള്ള പ്രകൃതിയോ അതിന് റിയലിസ്റ്റിക് അതല്ല. ഇത് നമ്മളൊരു ഫെസ്റ്റീവ് സീസൺ ആണ്. അടി പടങ്ങളുടെ അപ്പുറത്തേക്കുള്ള ഒരു സാധ്യത ഈ സിനിമ. ഫെസ്റ്റീവ് പരിപാടി എന്ന് പറഞ്ഞാൽ കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് പോയിട്ട് വെടിവെപ്പും കുത്തും കൊലയും. ഹർഷയും മമിതയും വിജുലക്ഷൻ ഞങ്ങൾ ഒരു ഏജ് കാറ്റഗറിയിൽ പെടുന്നവരായിട്ട് ഞങ്ങൾ അങ്ങനെ മാറിയിരിക്കുന്നത്. ലൈഫിൽ ഇങ്ങനെയൊന്നുമല്ലോ. ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര മര്യാദ. വിനീച്ചേട്ടൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയൊന്നല്ല ക്യാമറ ഓഫ് ചെയ്തത്. മോശം അതെനിക്കറിയില്ല, ഇങ്ങനെയല്ല. വെറുതെ പുറത്തിറങ്ങിയപ്പോഴാണ് നിവിൻ ചേട്ടൻ മണലിൽ കിടന്ന് ചൂടടിച്ചിട്ട് ഭയങ്കര ഫൈറ്റ് സീനാണ്. നമുക്ക് മുന്നേ വന്നിട്ട് ഇവിടുന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. കൗണ്ടറിങ് പോട്ടെ, പിടിക്കാൻ നമുക്ക് കൗണ്ടറിങ് പോട്ടെ, അപ്പളേ എനിക്കങ്ങ് പിടിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ അപമാനിച്ചുകാർ മറ്റേ വനിതാ കമ്മീഷനൊക്കെ സ്വമേധയാ കേസ് അവിടെ വരെ എത്തി കേട്ടോ. ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞ ഇന്നലെ കേസായിരുന്നു. ഇവരും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കേസാണ്. നീതൂസ് അക്കാദമി, ഇന്ത്യസ് #1 ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. ഓണത്തെ വരവേൽക്കാൻ ഒരു പുതിയ സിനിമ എത്തിയാണ്. ആ പുതിയ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്കും സ്വാഗതം. രാമചന്ദ്രൻ ബോസ് ഇന്ന് യുദ്ധത്തിന് പോയേക്കുവാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? പടത്തിന്റെ ഈ പറയുന്ന പോലെ പ്രൊമോഷൻ പരിപാടിയും പല ഈ ഓണത്തിനോട് അടുപ്പിച്ച് ഉള്ള റിലീസ് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഡയറക്ടർ ഒരു സ്ഥലത്ത് വർക്കില്ല, ഈ അങ്ങനെ എല്ലാവരും ടൈറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാര്യം കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ റിലീസിന്. അതിന്റെ അല്ലെങ്കിൽ ബോസ് ഉണ്ടാകാനെ. അതെ, ബോസ് ഉണ്ടാകാനെ. ബോസ് ഇല്ലെങ്കിലും മരണ മാസ് ലുക്കോട് കൂടി ഇന്നലെ പ്രസ് മീറ്റിലെങ്കിൽ എത്തി വൈറലായിട്ടിരിക്കുകയാണ് അല്ലേ വിനയ്? അത്രയും പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിക്കാനോ? നമുക്ക് അങ്ങനെ പ്രതീക്ഷയില്ലല്ലോ. എന്റെ മുമ്പിൽ 2 ഓപ്ഷനാണുള്ളത്. ഒന്നിപ്പോ ഡെഫിനറ്റ്ലി ഞാൻ മജു എന്ന് പറഞ്ഞ ഒരു അടുത്ത സുഹൃത്തുണ്ട്, ഭയങ്കര അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയുടെ പേരാണ് പെരുമാനി. അപ്പൊ ആ പെരുമാനിയിലെ ക്യാരക്ടർ ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെയല്ല, കുറച്ചും കൂടി രസമാണ് അയാള്. വേറൊരു തരത്തിലൊരു വിഗും സ്വർണ്ണപ്പല്ലും ഒക്കെ ഉള്ള ഒരാളാണ്. ഒരു ഇമാജിനറി ഗ്രാമം, അവിടെയുള്ള കഥാപാത്രങ്ങളും. വിജിലേഷ് അഭിനയിക്കുന്നുണ്ട്, ഞാനും വിജിലേഷ് ഒരുമിച്ചാണ്. ഭയങ്കര രസമുള്ള ഒരു ഗംഭീര സിനിമയാണ്. അപ്പൊ എന്റെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടോ? ഒന്നെങ്കിൽ ഈ പറയുന്നത് ഇത് പഠിച്ചിട്ട് ഡയറക്ടറിനോട് ഞാൻ പഠിച്ചു എന്നുള്ള പരിപാടി പറയുക, ഒന്നും പറ്റില്ല, അടുത്ത സുഹൃത്തായതുകൊണ്ട്. പിന്നെ പങ്കെടുക്കാതിരിക്കുക. അപ്പോ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്കൊരു തരത്തിലുള്ള ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് ഇത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ്, ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. അപ്പോൾ പ്രസ് മീറ്റിൽ പങ്കെടുക്കാതിരിക്കാം, പ്രൊമോഷനിൽ പങ്കെടുക്കാതിരിക്കാം. കാര്യം തല പോലെ മീശ ഞാൻ പഠിക്കില്ല. കാര്യം അത്രയ്ക്ക് നല്ല സിനിമയാണ്, അത്രയ്ക്ക് സൗഹൃദമുള്ള സംവിധായകരാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് അത്രയ്ക്ക് പ്രതീക്ഷയുള്ള കഥാപാത്രമാണ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയുടെ പരിണിത ഫലമാണ് ഇന്നലത്തെ പരിപാടി. എനിക്കും കൂടെ അറിഞ്ഞൂടെ എന്താണ്. അത് ഇഷ്ടം. രാത്രി തന്നെ ട്രോളുകൾ നിറഞ്ഞു അല്ലേ? ഇനി ഒരർത്ഥത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ശരിക്കും എന്നോട് ആളുകൾ ചോദിച്ചു ഈ ആളുകൾ കളിയാക്കുന്നത് എങ്ങനെ ഈ സ്പിരിറ്റിൽ എടുക്കണമെന്നൊക്കെ. ഒരു നടനെ സംബന്ധിച്ച് നമ്മള് പ്രത്യേകിച്ച് ഒരു കമേഴ്ഷ്യൽ ആക്ടർ എന്ന് പറയാം, അതിന് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്ര പോപ്പുലാരിറ്റി ഉണ്ടാവുന്നു, എത്ര വിസിബിലിറ്റി ഉണ്ടാകും നമുക്ക് നല്ലതാണ്. ഞാൻ പൊതുവെ ഒരു വൈറൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ആളല്ല, ഞാൻ ഭയങ്കര ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരു ദിവസം കുറെ ആളുകളിലേക്ക് എത്താനും അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ ചിരിപ്പിക്കാനും സാധിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മുടെ സിനിമ കേട്ടോ. ഇതിന്റെ ഈ സിനിമ അങ്ങനെയാണല്ലോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. ഇപ്പൊ ആർഷ എന്നൊക്കെ പറഞ്ഞ കൊടുക്കുന്ന വൈറലാണ്. അപ്പൊ ആർഷയ്ക്ക് ഒന്നും കുഴപ്പമില്ല, പക്ഷെ എന്നെ പോലെ നമ്മൾ സാധാരണ ആക്ടേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കുക, പിന്നെ ഏറ്റവും നല്ല ഫീലിംഗ് എന്താണെന്നറിയാം, നമ്മൾ കാരണം വേറൊരാൾക്ക് സന്തോഷം ഉണ്ടാകുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇത് കണ്ടിട്ട് ഇപ്പൊ പല ആളുകളും വിളിച്ചിട്ട് പറഞ്ഞു ഇത് കണ്ടിട്ട് വെറുതെ ചിരിക്കാനെന്ന്. അപ്പൊ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കാനായിട്ട് വേറെ ആള് ചോദിച്ചു ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ട്, ടിനിച്ചേനൊക്കെ വിളിച്ചിരുന്നു. ഞാനിത് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുകയാണ്, നീ ആണെങ്കിൽ വേറെ പ്രയോഗങ്ങളൊന്നും ഇല്ലതാനോ, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെയാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളെ ചിരിപ്പിക്കാൻ പറ്റിയെന്ന് പറയുന്നതിന്റെ സന്തോഷമുണ്ട്. ആ ചിരിപ്പിക്കലായിരിക്കും ഈ സിനിമയും. അതാണ് ഡെഫിനറ്റ്ലി. ആ ലുക്കില് ചിരിച്ചിട്ടുണ്ടെങ്കിൽ സിനിമയില് ആ ലുക്കല്ല, ആ സിനിമയില്
പക്ഷെ സിനിമയിൽ ചിരിപ്പിക്കാനുള്ള കുറെ സംഭവങ്ങളുണ്ട്. അത് തിയേറ്ററിൽ പോയി നിങ്ങൾ സിനിമ കാണണം, തീർച്ചയായിട്ടും അല്ലെ? തീർച്ചയായിട്ടും. നമ്മള് രാമചന്ദ്രൻ ബോസാൻ കമ്പനിയിലേക്ക് വരുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ദുബായിലായിരുന്നു ഫുൾ ഷൂട്ട്. നമ്മള് ഇന്നലെ ട്രെയിലർ കണ്ടു. അതിൽ നമുക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇന്നലെ വൈകിയാണെങ്കിലും ഇറങ്ങി അതിൽ നമുക്ക് സിനിമ എന്താന്ന് നമുക്ക് ഉൾക്കൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ട്രെയിലർ കണ്ടപ്പോൾ. അത്തരം ഒരു കഥാപാത്രത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് നിവിൻ ഈ കൂട്ടുകെട്ടിലേക്ക്, ആ കമ്പനിയിലേക്ക് എത്തുന്നത്? നിങ്ങൾ നിവിനുമായിട്ട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് എത്തുന്ന ഈ കഥാപാത്രം? 4 സിനിമ ചെയ്തു. അപ്പൊ നിവിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ പറയുന്ന പോലെ ഒരു ബീങ് എ സ്റ്റാർ. ഞാൻ പൊതുവെ ഇങ്ങനെ ഭയങ്കര ടച്ചില് നിൽക്കുന്ന ആളല്ല പൊതുവെ. ഇങ്ങനെ എല്ലാവരും അവരവരുടെ ജീവിതമായിട്ട് തിരക്കുള്ള ആളുകളാണ്. അപ്പൊ അതിന്റെ ഇടയിൽ പോയിട്ട് ഹലോ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന പരിപാടി തിരിച്ചു വിളിക്കും. അത്രേ ഉള്ളൂ. അത് ആരാണെങ്കിലും എനിക്ക് ഒത്തിരി അനുഭവമുള്ള നമ്മള് അത് ഒരു ബേസിക് മാനേഴ്സ് ആണ്. ഒരു 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 സഹജീവിനോടുള്ള ഒരു ബേസിക് സാധനമാണ്. അത് ആരാണെങ്കിൽ ഞാൻ തിരികെ വിളിക്കും. അപ്പൊ നിവിന്റെ ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് കനകം കാമിനി കലഹം, അതിനുശേഷം നിവിൻ തന്നെ കുറെ ഫിലിം മേക്കേഴ്സിനെ നിവിന്റെ സിനിമകളിലേക്കൊക്കെ പറയുകയും നല്ല കഥാപാത്രങ്ങൾ, ഈവൻ നിവിൻ ചെയ്ത റാംസാറിന്റെ സിനിമയുണ്ട്, തമിഴ് സിനിമ. അതിൽ 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതിൽ മലയാളം നടക്കുകയായിരുന്നെങ്കിൽ ഞാനും നിവിനുമായിരുന്നു. ഗംഭീര പ്രൊജക്റ്റാണ്. അങ്ങനെ പല ഇപ്പോ ഷൈൻജാന്റെ അടുത്ത് മറ്റേ മഹാവീര്യർ പരിപാടി, അങ്ങനെ പല പരിപാടികളും. അപ്പൊ അങ്ങനെ നിവിൻ എന്നോട് പറഞ്ഞത് പോലെ ഹനീഫ് ഒരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ താരം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ഓൾറെഡി ഒരുമിച്ച് അഭിനയിക്കുന്നതിന്റെ തീരുമാനമൊക്കെ കടന്നിരുന്നു. അപ്പൊ ഇതൊന്ന് പോയിട്ട് കേൾക്കാവെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഞാൻ ഹനീഫ് അദേനിനെ കാണുകയും അവിടെ പോയി ഹനീഫിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഹനീഫ് വേറെ ലെവല് മനുഷ്യൻ. അതായത് വേറൊന്നുമല്ല, ഗോദാർദോ സ്കോസസി അല്ല, ഭയങ്കര ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ നമുക്ക് ഭയങ്കര സ്നേഹം തോന്നുന്ന ഒരു മനുഷ്യൻ. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ സിനിമയാണ്. ഇപ്പൊ നമ്മള് ഈ സിനിമയുമായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഓർമ്മകളിലും അല്ലെങ്കിൽ എല്ലാ നല്ല കാര്യങ്ങളിലും ഹനീഫ് അദേനിയുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ ആക്ടേഴ്സ് ആണെങ്കിലും ഹനീഫിന്റെ ഒരു രീതി, ഇപ്പോൾ തിരക്കഥ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചില തിരക്കഥകൾ, ഇപ്പോൾ പെരുമാനി എന്ന് പറഞ്ഞ തിരക്കഥ വായിച്ചപ്പോൾ ഞാൻ മൈൻഡ് ബ്ലോൺ ആയിരുന്നു. ശരിക്കും ഗംഭീര തിരക്കഥ എന്ന് പറയുന്ന പോലെ. ഹനീഫിന്റെ തിരക്കഥ വായിക്കുമ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഹനീഫ് നമ്മളോട് പറയും ഹനീഫ് എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു സിനിമയിൽ കൂടെ എന്നുള്ള തരത്തിലൊക്കെ ഹനീഫ് പറഞ്ഞു. അപ്പോൾ ഹനീഫ് എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രദർ നിങ്ങള് ചെയ്യുന്ന പോലെയുള്ള പ്രകൃതിയോ അല്ലെങ്കിൽ അങ്ങനെ റിയലിസ്റ്റിക് അല്ലെങ്കിൽ ഭയങ്കര എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ഉള്ള പുതിയ കഥ അതല്ല. ഇത് നമ്മളൊരു ഫെസ്റ്റീവ് സീസണാണ്. അത് ഓണമാണെന്ന് പറഞ്ഞില്ല, ഇത് ഒരു സെലിബ്രേഷൻ സിനിമയാണ്, ഇതൊരു ഫെസ്റ്റിവൽ സിനിമയാണ്. അപ്പൊ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ അങ്ങനെ വായിക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന തമാശയായിരിക്കും. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതൊരു ഹ്യൂമറസ് പടമാണ്. ഇതിൽ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കള്ളന്മാരുടെ കഥകൾ. ഇപ്പൊ ഞാൻ തന്നെ ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്ത് അത് ഭയങ്കരമായിട്ട് വർക്ക് ആയതാ. അപ്പോൾ ഇതില് നമ്മള് മെയിൻ പരിപാടിയാണ് ഒരു കളവ്. പിന്നെ ഇതൊരു ത്രൂ ഔട്ട് ഹ്യൂമർ പരിപാടിയാണ്. അറ്റ് ദ സെയിം ടൈം ഒരു ഹീസ്റ്ററി സിനിമയിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളിതൊരു ഗംഭീര പാട്ടുണ്ട്, അല്ലെങ്കിൽ സ്റ്റണ്ട് ഉണ്ട്, കുറെ തമാശയുണ്ട്. അപ്പോൾ ഒരു ഫെസ്റ്റീവ് സീസണ് ആളുകൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്നു തിയേറ്ററിൽ നിന്ന് ഫുൾ ഓൺ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറൊന്നും നമ്മളുടെ ഒരു ടാർഗറ്റ് അല്ല എന്ന് പറഞ്ഞു. അത് അയാൾ എന്ത് പറഞ്ഞു അത് അയാളെ സിനിമയെ കാണിച്ചു. കൃത്യമായിട്ടും ആ സിനിമ അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് ഇനി പ്രേക്ഷകർ തീരുമാനിക്കേണ്ടതാണ്. അക്ഷയും ഇന്നലെ ഒന്ന് എയറിൽ കയറി, ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ഒരു പണി തന്നു അല്ലേ? ഇടക്കിടക്ക് എയറിൽ കയറുന്ന അതല്ലേ? ഇന്നലെ എല്ലാരും ഹെഡ്ലൈൻ അത് തന്നെയാ, വിഷമിച്ച നായിക. അങ്ങനെയായിരുന്നു. എന്താണ് കൊറേ ഉണ്ട്. വിഷമിപ്പിച്ച് നമ്മളെ വിഷമിപ്പിച്ചു, അപമാനിച്ചു നായികനെ അപമാനിച്ചു, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. എല്ലാം കണ്ടു അല്ലേ? കുറച്ചേ കണ്ടു, മൊത്തം വായിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഡാർക്ക് നായികയാണോ ഈ പറഞ്ഞ പോലെ? ഡാർക്ക് ഹ്യൂമറിലെ നായിക എന്ന് പറഞ്ഞത് നിവിൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇതിൽ കുറെ ഡാർക്ക് ഹ്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു. അതെയോ? ലൈഫിൽ ഇങ്ങനെയൊന്നുമല്ലല്ലോ. ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര മര്യാദ. അത് വിനീച്ചേട്ടൻ അങ്ങനെയല്ലേ? ഞാൻ ഇങ്ങനെയൊന്നല്ല, ക്യാമറ ഓഫ് ചെയ്താൽ ഇതിനും മോശം. അതെനിക്കറിയില്ല. ഇങ്ങനെയല്ലാന്ന് ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനെയല്ലാന്ന് ഞാൻ പറഞ്ഞു അല്ലെ? ഇങ്ങനെയല്ലാന്ന് പറയുന്നുള്ളൂ. എങ്കിലും നല്ലൊരു സിനിമയുടെ ഭാഗമായി അല്ലേ? കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു ടൈപ്പ് സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം. ഹർഷ ചെയ്യാത്ത ഒരു സിനിമ ഏറ്റവും വലിയ സിനിമയാണ് അല്ലെ? ഹർഷ ഇനി അറിയപ്പെടുന്ന ബോസാൻ കമ്പനി എന്ന് അറിയണം അല്ലേ? അതാണല്ലോ കമ്പനിയിലെ ഹർഷ. ഞാൻ കേട്ടതെന്നറിയോ, ആഷിനെ അറിയപ്പെടുന്ന ബോസാൻ കമ്പനിയിലെ സ്റ്റാഫ്. അപ്പൊ ഓക്കെ അല്ലേ? കൗണ്ടറിങ് പോട്ടെ, പിടിക്കാൻ നമുക്ക് കൗണ്ടറിങ് പോട്ടെ, അപ്പോഴേ എനിക്ക് പിടിക്കാൻ പറ്റുള്ളൂ.
ഓക്കെ. നല്ലൊരു സിനിമയുടെ ഭാഗമായി. എങ്ങനെയാണ് ഈ സിനിമയിലൊക്കെ ഇപ്പൊ പറഞ്ഞ പോലെ കഥ കേട്ട് ഇഷ്ടപ്പെട്ടു, എന്തായാലും ദുബായിൽ ഷൂട്ട്, ദുബായി ഒക്കെ പോയി അടിച്ചു പൊളിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഗംഭീര പാട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ പറഞ്ഞല്ലോ, വേണ്ടാന്ന് അത് വെച്ചു. വിടില്ല, അതിങ്ങനെ പറയണം. പക്ഷെ അത് നടന്ന സംഭവം വേണ്ടോ പറയണം, അല്ലെങ്കിൽ പറയില്ല. പാട്ട് അയ്യോ സത്യമാണ്, പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷെ അതിങ്ങനെ അവിടെ 2 മാസം ഇത് തന്നെയായിരുന്നു. രാവിലെ കാണുമ്പോ വരുമ്പോ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഒരു സുഹൃത്തിന്റെ സങ്കടമാണ് അത് നമ്മൾ പറയണം. ഒരുപാട്, അല്ലെങ്കിൽ ഈ സിനിമ ചെയ്യാനുള്ള ഇത് സുഹൃത്തിന്റെ സങ്കടമായിട്ട് തോന്നുന്നുണ്ടോ? മേജർ അല്ല, ആത്മാർത്ഥ സുഹൃത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ സങ്കടമാണ്. പക്ഷെ എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. ആളുകൾ അറിയണമല്ലോ, ആളുകൾ അറിയണമല്ലോ. അല്ല, ഞാൻ നിർത്തി. ഈ പാട്ടിന്റെ കാര്യം ഞാൻ പറയില്ല. ഗുഡ്. അപ്പൊ പാവത്തിനോട് എന്തെങ്കിലും ചോദിക്കാം. ഈ പറഞ്ഞതുപോലെ നല്ലൊരു സിനിമയുടെ ഭാഗമായി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ഈ പറഞ്ഞ ദുബായിലായിരുന്നു ഷൂട്ട്, പൂർണ്ണമായിട്ടും ദുബായിലായിരുന്നു ഷൂട്ട്. 2 മാസം 2 മാസം അല്ലേ? 2 മാസത്തോളം ദുബായ് ഷൂട്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞത്, ഞാൻ ഏറ്റവും ഫൺ ഉണ്ടായിരുന്ന സെറ്റായിരുന്നു. കാര്യം അങ്ങനത്തെ കോമഡി പടമാണല്ലോ, അപ്പൊ ആരും അങ്ങനെ സീരിയസ് മൂഡല്ല. എല്ലാരും എപ്പോഴും കോമഡി കൗണ്ടർ, മൊത്തം നമ്മുടെ ഷൂട്ട് സമയമൊക്കെ എല്ലാവരും ഇംപ്രൊവൈസ് ചെയ്യുന്നു, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പൊ മൊത്തത്തോട് ജോളി മൂഡായിരുന്നു സെറ്റിൽ എപ്പോഴും. അങ്ങനെ ഭയങ്കര സീരിയസ്, എല്ലാവരും ഇങ്ങനെ മസിൽ പിടിച്ച് അങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ ഇപ്പൊ നിവിൻ ചേട്ടനാണെങ്കിലും ഇപ്പൊ വിനയ് ചേട്ടൻ, എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അങ്ങനത്തെ ഒരു മൂഡായിരുന്നു മൊത്തത്തോടെ. ഇതിലെ കഥാപാത്രം ജെസിക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്കൊന്ന് പറഞ്ഞാൽ നമുക്ക് കഥയിലേക്ക് പോകരുത്. നമ്മളെല്ലാവരും ഒരു ട്രെയിലറിൽ കണ്ട പോലെ ഒരു ഗ്യാങ് ആയിട്ട് ഒരു മിഷൻ, ഒരു ഹൈസ്റ്റ് വർക്ക് ചെയ്യാണ് നമ്മള്. അതാണ് സിനിമ. നമ്മുടെ ഹൈസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊക്കെയാണ്. അതിന്റെ ഇടയിൽ വന്ന് പെടുന്ന ഒരു കഥാപാത്രമാണ് ആശ. വന്ന് പെടുവാണ്. ഒരു 1.5 പെടലായിരുന്നു അല്ലേ മൊത്തത്തില്? അല്ലേ? എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ? അത്ര എക്സ്പീരിയൻസ് സിനിമകളിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് സീനിയർ ആയിട്ടുള്ള ആളുകളോട് വർക്ക് ചെയ്യാൻ. തീർച്ചയായിട്ടും നമുക്ക് കുറെ അറിവുകൾ കിട്ടുകയാണല്ലോ. സിനിമ അഭിനയം എന്നും പഠിക്കുകയാണ്. ഇപ്പൊ വിനയാണെങ്കിൽ അഭിനയം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും അഭിനയം നിർത്തുന്നില്ല. വിനയ് ചേട്ടൻ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് വിനയ് ചേട്ടൻ നന്നായിട്ട്, അതായത് ഇപ്പൊ ഓരോ സീനും ഇംപ്രൊവൈസ് ചെയ്യുന്നതൊക്കെ അത് കാണേണ്ട കാര്യം തന്നെയാണ്. ഞാനത് വേറെ കുറച്ചു പേരോടും പറഞ്ഞിരുന്നു ഞാൻ ഷൂട്ട് കഴിഞ്ഞ സമയത്ത്. അതെന്തിനാ ഞാനങ്ങനെ പറയില്ല, അങ്ങനെ എന്തിനങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, പുള്ളി ഓരോ സീനും ഇംപ്രൊവൈസ് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് അതിൽ വർക്ക് ചെയ്ത, സ്ക്രിപ്റ്റിലും ഡയലോഗ്സിലും ഒക്കെ വർക്ക് ചെയ്താണ് ചെയ്യുന്നത്. ഇത് നമ്മളെല്ലാവരും, ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയുടെ പ്രത്യേകത തന്നെ ഒന്ന്, നമ്മളൊക്കെ നല്ല വൈബുള്ള, ഭയങ്കര കണക്ട് ഉള്ള ആളുകളാണ്. ജാഫർഖാനെ മിസ് ചെയ്യുന്നുണ്ട്. ജാഫർക്ക, മമിത, അല്ലെങ്കിൽ ഞാനും വിജിലേഷും ജാഫർക്കയും കൂടെയാണ് രാവിലെ ഒരു സ്ഥലത്തുനിന്ന് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ ജേണി ഉണ്ടാവും. അപ്പൊ അതൊരു അനുഭവം. അതിന്റെ അപ്പുറത്തേക്ക് ആശ പറഞ്ഞതിനോട് ആഡ് ചെയ്തിട്ട്, അപ്പോ പലപ്പോഴും ഒരു സീൻ ഉണ്ടാവും. എന്നിട്ട് ആ സീൻ നമ്മളെ കൂടെ സംസാരിച്ചിട്ട് നമ്മളതൊന്ന് പ്ലേ ഒക്കെ ചെയ്ത് നോക്കി. അപ്പൊ ഞാൻ അനീഫിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ, അപ്പൊ വിജിലേഷ് ഇങ്ങനെ പറയും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത് അങ്ങനെ കുറെ ഹ്യൂമർ മൂവ്മെന്റ് ഉണ്ട്. അനീഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് അറിഞ്ഞുകൂടെ ഈ സിനിമ എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമറിൽ വർക്കായി, അല്ലെങ്കിൽ നമ്മുടെ കഥാപാത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ക്രെഡിറ്റ് അനീഫിന് കൊടുക്കണം. കാര്യം ഹനീഫ് എന്നോട് നോ പറഞ്ഞിട്ടില്ല ഈ സിനിമയിൽ. അതായത് സിനിമ തുടങ്ങിയത് മുതല് ഒരു സീനൊക്കെ നിങ്ങൾ ചെയ്യുന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ പോയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യത്തെ 1-2 ദിവസം തന്നെ എനിക്ക് പിടുത്തം കിട്ടി. അതായത് പുള്ളി ഫുൾ ഫ്രീഡം തരികയാണ്. അപ്പോ നമ്മളൊന്നും ലിമിറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് ഫുള്ളി അങ്ങോട്ട് അഴിച്ചു വിടുകയാണ്. എന്നിട്ട് പുള്ളി കട്ട് ചെയ്യാനുള്ള മുഴുവൻ പോസിറ്റീവ് കട്ട് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്താണ്. ഇപ്പൊ ഞാനല്ലാണ്ട് ഭയങ്കര ഇംപ്രൂവൈസ് ചെയ്ത് നമ്മളൊന്നുമല്ല, നമ്മള് എന്തെങ്കിലും വർക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ് എ ഗ്രൂപ്പ് ചെയ്തതാണ്. ഗ്രൂപ്പിൽ നിന്ന് ഒരു ആലോചനയും ഒരു പ്ലാൻ ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ഇഷ്ടമാവുന്നു. അനീഫ് കറക്റ്റ് ആയിട്ട് പറയും എന്ത് വർക്കായി. അല്ലെങ്കിൽ ചിലപ്പോ ഒട്ടും വർക്ക് ചെയ്യാത്തൊരു തമാശ പറഞ്ഞിട്ട് ആ തമാശ ചിലപ്പോൾ ഇതിൽ വർക്ക് ആകും എന്നൊക്കെ നമ്മൾ വെറുതെ ചെയ്തൊക്കെ നോക്കും. അപ്പൊ ചിലപ്പോ വർക്ക് ആവും. അതെ അത് കൃത്യമാണ്. ലക്ഷ്യം എന്തുണ്ട് വിശേഷമൊക്കെ? എന്താണ് ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കണേ? ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കില്ലേ, സമയം കിട്ടും. എന്റെ ഇടയ്ക്കൊക്കെ കാര്യങ്ങൾ സംസാരിക്കണം. സ്പേസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പരാതികളുണ്ട്. അതുകൊണ്ടല്ല, ചോദിച്ചാലേ പറയാൻ പറ്റും. ചോദിച്ചാലേ പറയുള്ളൂ. ചോദിച്ചാലേ പറയാൻ പറ്റും. അത് നമുക്ക് പൊതുവെ അറിയാലോ. ഒരു സൈലന്റ് ആണ്. അങ്ങനെ സൈലന്റ് ആയിട്ട് സിനിമയിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ.
പക്ഷെ സൈലന്റ് ആയിട്ടും നിൽക്കാൻ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് പ്രേക്ഷകർക്ക്. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾ ഓരോ സിനിമയിൽ വരുന്ന ഓരോ ക്യാരക്ടറും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത്. എല്ലാം വ്യത്യസ്തമായി വരുന്നുണ്ടല്ലോ. ഇപ്പം ഒന്നിൽ തന്നെ ആയിട്ട് നിന്ന് പോകുന്നില്ലല്ലോ. സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് വരുന്നു, കോമഡിയിലേക്ക് വരുന്നു. അത്രയും കഥാപാത്രം ചെയ്യുമ്പോഴാണല്ലോ ഒരു പ്രേക്ഷകർ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. ആ ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലെ? തോന്നുന്നു. അല്ല അത് തന്നെ അല്ലേ അഭിനയ്? ഒരു ഡൗട്ടും വേണ്ട. എങ്ങനെയുണ്ട് ഇതിലെ കഥാപാത്രം? ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത് എനിക്ക് തോന്നുന്നു വളരെ യാദൃശ്ചികമായിട്ട് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ട ആളാണ്. പെട്ടെന്നായിരുന്നു. ഒരു ഷൂട്ടൊക്കെ തുടങ്ങുന്നതിന്റെ ഒരു 3-4 ദിവസം മുന്നേ ഒക്കെയാണ് എന്നെ വിളിക്കുന്നത് ഈ സിനിമയിലേക്ക്. എനിക്ക് ആരോ പകരം എത്തിയ ഒരാളാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇതിലേക്ക് വന്ന സമയത്ത് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഞാൻ പുറത്ത് ഷൂട്ടിന് പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള സിങ്ക് എന്നൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ അനീഫ് അദേനി എന്ന് പറഞ്ഞ ഡയറക്ടറെ പറ്റി സിനിമകൾ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ, നേരിട്ട് പരിചയമില്ല. പുള്ളി എങ്ങനെയാണെന്ന് അറിയില്ല. പുള്ളി സോഷ്യൽ മീഡിയയിലോ അല്ല ഇന്റർവ്യൂയിലോ ഒന്നും വരുന്ന ആളല്ല. പുള്ളി എങ്ങനെയാണെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ മൂഡ് നമുക്ക് കിട്ടി. അപ്പോൾ പിന്നെ ഓക്കെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ക്യാരക്ടർ ട്രെയിലർ കണ്ടുപോലെ തന്നെ ഒരു രസകരമായിട്ടുള്ള ക്യാരക്ടറാണ്. എല്ലാ ഇമോഷൻസും ഉള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. സക്കറിയ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്തതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഈ വിദേശത്തേക്ക് ഷൂട്ടിന് ആദ്യമായിട്ട് പോകാൻ? ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് പോകാം. വിദേശത്ത് പ്രോഗ്രാമിലൊക്കെ പോയിട്ടുണ്ട്? പ്രോഗ്രാമിനൊന്നും പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമാണ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങള് ഇത്രയും ദിവസം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഭയങ്കര പ്രതീക്ഷയിലാണ് പോയത്. ഇത്രയും ദിവസം അവിടെ ദുബായിൽ ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ വിദേശത്തേക്ക് ഫസ്റ്റ് ടൈം അവിടെ ചില്ല് ചെയ്യാന്നൊക്കെ ഉള്ള മൂഡിലാണ് പോയത്. അപ്പോ ആദ്യം തന്നെ ഷൂട്ടിന് ഞങ്ങളെ കൊണ്ടിട്ട് ഒരു മരുഭൂമിയിലാണ് ടെന്റൊക്കെ കെട്ടി. അവിടെ ഒരു 3-4 ദിവസം ഞങ്ങൾക്ക് ഷൂട്ടില്ലായിരുന്നു. അപ്പൊ മരുഭൂമിയിലാണെങ്കിൽ മണൽക്കാറ്റും ഈ വെയിലും ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു. അപ്പോ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് വെറുതെ പുറത്തിറങ്ങിയപ്പോഴാണ് നിവിൻ ചേട്ടൻ ആ മണലിൽ കിടന്നിട്ട് ആ മണൽക്കാറ്റ് അടിച്ച് ചൂടടിച്ചിട്ട് അവിടെ ഭയങ്കര ഫൈറ്റ് സീനാണ്. ഭയങ്കര സമാധാനമായി. എന്നാലും ഒരാള് ഞങ്ങൾക്ക് മുന്നേ വന്നിട്ട് ഇവിടുന്ന് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആണ് അതിന്റെ ഒരു എക്സ്പീരിയൻസ്. ഒരു സ്ഥലത്തും പോകാനൊന്നും പറ്റില്ല? ഷൂട്ടിംഗ് സ്ഥലത്ത് തന്നെ പോയി ഇനി പോവാൻ സ്ഥലമൊന്നും ഒന്നുമില്ല. ഒരുപാട് എല്ലാ സ്ഥലം കണ്ട്. അതായത് റാസൽ ഖൈമ, ഷാർജ, ദുബായ്, പിന്നെ അങ്ങനെ യുഎയുടെ എല്ലാ സ്ഥലങ്ങളിലും, ഖത്തർ ഒമാനിലൊന്നും പോയില്ല എന്നുള്ളൂ. ദുബായ് എല്ലാ സ്ഥലത്തും ഷൂട്ട് ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഷൂട്ട് ഉണ്ടായിരുന്നു. ഓടിയിടന്ന് ഷൂട്ട് ചെയ്തു അല്ലെ? അപ്പൊ അവിടെ ഈ നിവിൻ ഈ കിടന്ന് ഗുസ്തി പിടിക്കണ കണ്ടപ്പോൾ ആ ഉണ്ടായ ഒരു സമാധാനം ഭയങ്കരമായിരുന്നു അല്ലെ? സന്തോഷമായിരുന്നു. ബുദ്ധിമുട്ടുണ്ട്, സന്തോഷമായിരുന്നു അല്ലേ? പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ്. ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്തെ പ്രൊഡ്യൂസറും കൂടിയാണല്ലോ. അപ്പൊ നമുക്കൊരു സമാധാനം. പ്രൊഡ്യൂസർ കാണുമ്പോൾ വല്ലാത്തൊരു സമാധാനം. ഞാൻ പറഞ്ഞിട്ടില്ല. ഡാർക്ക് ഹ്യൂമർ ആണത്. ഡാർക്ക് ഹ്യൂമർ ആണ്. ഇന്നലെ മറ്റേ അപമാനിച്ചു മറ്റേ വനിതാ കമ്മീഷനൊക്കെ സ്വമേധയാ സംശയമുണ്ട്. അവിടെ വരെ എത്തിയപ്പോ പിന്നെ എന്റെ ഒരു സമാധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിനും കൂടെയുള്ളതാണ്. ഞാൻ അപമാനിച്ചു എന്ന് പറഞ്ഞ ഇന്നലെ കേസായിരുന്നു. നിവിനും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കേസാണ്. നിവിന്റെ അടുത്ത് ചെവി ചോദിക്കുന്ന വിഷ്വലും ഉണ്ട്. അപ്പൊ നിവിൻ പറഞ്ഞത് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ അതും കൂടെ തെളിവ് നമുക്ക് കൊടുക്കാം അല്ലെ? നിവിൻ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കൊച്ചി എനിക്ക് പിന്നെ വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എന്റെ മുമ്പിലുള്ള മറ്റേ സുഖമില്ലാത്ത വെച്ചാന്നൊക്കെ പറയേണ്ടി വരും. മാനസികമായിട്ട് എന്തോ കുഴപ്പമുള്ള ഒരു കുട്ടിയാണ്. അതും കൂടെ പറഞ്ഞു. അത് അപമാനം ഇല്ല, പറയേണ്ടി വരും. അങ്ങനെ നമുക്ക് കേസിൽ നിന്ന് ഊരിപ്പോണ്ടേ. സുന്ദരിയും സുശീലയും അതൊക്കെയാണ് കേട്ടോ. അങ്ങനെ തോന്നുന്നുണ്ടോ? പിന്നല്ലേ.
ഞങ്ങൾ എത്ര ഇന്റർവ്യൂ ആയെന്നറിയോ? ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ടോ ഫ്രണ്ട്സാ. ഞങ്ങൾ തുടക്കം ഞങ്ങളുടെ കാര്യം പറയുന്നത്. നമ്മളിപ്പോ ഞങ്ങളുടെ കാര്യമാണ്, ഞങ്ങൾ പണ്ട് ഫ്രണ്ട്സാ. ഫസ്റ്റ് സിനിമ ഇന്റർവ്യൂ എടുത്താ ഔട്ട്. ആര് ഏതാണ് ഫസ്റ്റ് സിനിമ? ഫസ്റ്റ് 18ാം പടി. ഓ, അതിൽ ഞങ്ങള് അടിപൊളി ഒരു ഇന്റർവ്യൂ എടുത്താണ്. അന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ അല്ലെ അതെ. പറഞ്ഞു പോയതാണ്. ഭയങ്കര ഡെയറിങ് ആണ്, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഇന്നലത്തെ എല്ലാം ഒന്ന് നേരെ ആക്കാനുള്ള പരിപാടി പരിശ്രമമാണ് കേട്ടോ. അതിൽ വീഴരുത്. ഒരിക്കലില്ല. അതിൽ വീണ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലില്ല. അല്ലേ? പക്ഷെ അതിൽ വീഴരുത്. പറഞ്ഞ ക്ലാസ് കൊടുക്കണേ. ഞാൻ അനീഫിനോട് കുറെ പറഞ്ഞാണ്, പറ്റുമെങ്കിൽ ആ പാട്ട് എടുക്ക്. കണ്ടോ, അത് വിടുവല്ല, കറങ്ങി കറങ്ങി അതിൽ തന്നെ വരും. അതായത് ആഷയുടെ മനസ്സിൽ എന്നോട് എപ്പോഴും പറഞ്ഞു, അതായത് ചേട്ടാ മരുഭൂമിയില് മറ്റേ ആമിർ ഖാൻ ഹസനൊക്കെ കൂടെയുള്ള പാട്ടുണ്ടല്ലോ, മരുഭൂമിയുടെ നടുക്ക് നായികനെ പറഞ്ഞിട്ടില്ല. മണൽക്കാറ്റടിക്കുന്നതിന്റെ നടുവിൽ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആലോചനകളും ആ പാട്ട് വന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇടക്ക്. ആ പാട്ട് വന്നേ ഇല്ല. ഡയറക്ടറിന് എന്റെ ആവശ്യമേ ഇല്ല. ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഡാൻസ് ഉണ്ടാവുമെന്ന് ഡാൻസ് കളിക്കും. അപ്പൊ ഡാൻസ് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്താലോ എന്നൊക്കെ ഇടയ്ക്ക്. അത് റീലെങ്കിലും എടുക്കായിരുന്നു. നമുക്ക് ആ ശ്രീനാഥനോട് എന്തെങ്കിലും ചോദിക്കാം. അല്ല, അങ്ങോട്ട് പോകണ്ട. അത് റീലെങ്കിലും എടുക്കായിരുന്നു. അതല്ല, പക്ഷെ ഇതൊക്കെ തള്ളാട്ടോ. ഇതെല്ലാം ഫുൾ തള്ളാണല്ലേ? ഒരാളെ മാക്സിമം എങ്ങനെയൊക്കെ തേജോവധം, അത് ഓക്കെ ആണോ അവിടെ? അതാണ് ഈ പുള്ളി ചെയ്യുന്നത്. അതല്ലേ ഏറ്റവും പരിപാടി വേറെ ഗംഭീര പാട്ട് ഇറങ്ങിയല്ലോ. അപ്പൊ ഒരു പാട്ടുള്ളൂ പടത്തില്. ആ പാട്ടിലാണെങ്കിൽ കൊച്ചില്ല. ആ പാട്ടിൽ ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഭയങ്കര ഡാൻസ് ഒക്കെ. ആശ ബേസിക്കലി ഗംഭീര ഡാൻസറാണ്. പക്ഷെ ഡാൻസ് അറിയുന്ന ആശ ഇല്ല, ആ പാട്ടിലില്ല. ബാക്കി ഞങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ നന്നായിട്ടുണ്ടെന്ന് ഡയറക്ടർ പറയും. എല്ലാ സിറ്റുവേഷൻ അനുസരിച്ച് ആശ ആ പാട്ടിൽ ഈ പുള്ളി തന്നെ അല്ല, ഈ സിറ്റുവേഷനിലില്ല. ഞങ്ങൾ പാട്ട് കഴിഞ്ഞിട്ടാണ് ആശയുടെ എൻട്രി. ഒരു ഓർമ്മയായിട്ടെങ്കിലും കൊടുക്കായിരുന്നു വീണ്ടും ഒരു സ്റ്റെപ്പ്. അപ്പൊ മനസ്സിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് വിനയ് പറഞ്ഞ കറക്റ്റായിട്ട്. ഇപ്പം തള്ളല്ല. പാട്ടിന്റെ കാര്യം എനിക്ക് ദുഃഖമുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത സിനിമയിൽ ഇനിയുണ്ടല്ലോ സിനിമ, കിടക്കുമല്ല ഇനി സിനിമ. എനിക്ക് ഇന്നലെ മനസ്സിന്റെ ആഴത്തിൽ തട്ടിയ ഒരു ഡയലോഗായിട്ട് നിങ്ങൾ ഇന്നലെ പറഞ്ഞു. ഞാൻ ഇന്നലെ പ്രസ് മീറ്റിലും ചോദിച്ചു. പുതിയ ആളാണ് വന്നപ്പോ സെക്യൂരിറ്റി മാറ്റി നിർത്തി ഇല്ലേ? അപ്പൊ ആ പോസ്റ്റർ ഒന്ന് നോക്കാൻ പറഞ്ഞു. പക്ഷെ സിനിമ കണ്ടു കഴിയുമ്പോൾ അതേ സെക്യൂരിറ്റി ഇങ്ങനെ ക്യൂ നിന്ന് കൊണ്ടുപോകും. അത്രയും പെർഫോമൻസ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്നേ എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുവോ? ഉണ്ടോ വിനയ്? തെറ്റുവോ? ഞങ്ങൾ ഒരുമിച്ചാണ്. അതായത് ഈ സിനിമ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ ഞങ്ങൾ ഒരുമിച്ചാണ്. ഞങ്ങളെല്ലാവരും കൈൻഡ് ഓഫ് ഈക്വൽ സ്പേസിലാണ് അഭിനയിച്ചിരിക്കുന്നതൊക്കെ. അപ്പൊ അതേപോലത്തെ ഒരു ഷീനാനെ സംബന്ധിച്ച് ഒരു ഇത്ര വലിയൊരു കമേഴ്ഷ്യൽ സിനിമയില് ഒരു കമേഴ്ഷ്യൽ ബ്രേക്ക് പോലത്തെ സിനിമയായിരിക്കും. അങ്ങനെ ആയിരിക്കട്ടെ. എന്തായിരുന്നു സിനിമ? ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത്? സിനിമയിലോട്ട് ഞാൻ ആദ്യം അഭിനയിക്കുന്ന സിനിമ നോൺസെൻസ് എന്ന് പറഞ്ഞ സിനിമയാണ്. വിനേട്ടനെ കണ്ടിരുന്ന ഒരുമിച്ച് സിനിമയാണ്. ഒരുമിച്ച് കോമ്പിനേഷൻ സീനിലായിരുന്നു. പക്ഷെ വിനേട്ടൻ പ്രിവ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. ഞങ്ങൾ അന്നോട്ട് എനിക്ക് വിനേട്ടൻ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. പിന്നെ ഈ സിനിമയിലോട്ട് എത്തുന്ന ഞാൻ ഇതിനും പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ മാനേജറായിട്ട് തന്നെ. പ്രൊഡക്ഷൻ മാനേജറും നൻപകൽ നേരത്തെ മയക്കം, ചുരുളി, മഹാവീരർ, മലയക്കോട്ടയുടെ പ്രീ പ്രൊഡക്ഷൻ വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മഹാവീരർ വെച്ചിട്ടാണ് പോളി ജൂനിയർ പിക്ചേഴ്സുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. അപ്പൊ തൊട്ട് അവരുടെ പരിപാടികളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു. ഈ സിനിമ 2 കൊല്ലം മുമ്പ് തുടങ്ങേണ്ട സിനിമയായിരുന്നു. അപ്പൊ ആ സമയത്ത് പോളി ജൂനിയറിനോട് ഞാൻ ഹനീഫിക്കയും മഹേഷിനെ, അനിരുദ്ധ, അങ്ങനെ അവരുടെ ടീമിനെ മൊത്തം ഒരു പരിചയമൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് എനിക്ക് കൃഷാന്തേട്ട സംവിധാനം ചെയ്യുന്ന ആവാസ വ്യൂഹം, പുരുഷപ്രയോഗം സിനിമകളുടെ അഭിനയമാണ് ആഗ്രഹം. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ പോയി അത് ചെയ്യും. നല്ല സിനിമ കിട്ടാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിട്ടാണെങ്കിലും സിനിമയ്ക്കകത്ത് നിൽക്കുക എന്നുള്ള പരിപാടിയിലാണ്. ഈ ആവാസവ്യൂഹം എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിന് ഈ പറയുന്ന മികച്ച നടന്റെ ഫൈനലിസ്റ്റില് സ്റ്റേറ്റ് അവാർഡില് ശ്രീനാഥ് ഉണ്ടായിരുന്നു. ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിൽ ബീച്ചാറിന് കിട്ടിയ വർഷം ഏറ്റവും മികച്ച നടന്മാരുടെ ഫൈനലിസ്റ്റില് ശ്രീനാഥ് ഉണ്ടായിരുന്നു. ആവാസവ്യൂഹം പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തുള്ള രാഹുലേട്ടനും എന്റെയും പരിപാടി അതിനകത്ത് അതിനുണ്ട്. അങ്ങനെ ഈ അവസാനം ഞാനല്ല ഇത് ചെയ്യേണ്ടിയിരുന്നത്. വിജയലക്ഷ്മൺ പറഞ്ഞ പോലെ അവസാനം ആയപ്പോഴത്തേക്കും 2 ക്യാരക്ടേഴ്സിൽ നിന്ന് മാറി. ഇത് അങ്ങനെ നോക്കി ഈ സിനിമയിൽ നിവിൻ പോളി ഒഴിച്ച് വേറെ ആരുമല്ല ഇതൊന്നും ചെയ്യേണ്ടിരുന്നത്. എന്റെ റോള് വേറെ ആരോ ചെയ്യേണ്ടായിരുന്നു. ആഷയുടെ റോള് സിനിമയിൽ ഉണ്ടായില്ല എന്ന് അത് എഴുതി ചേർത്താന്ന് പറയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. എല്ലാ ആളുകളും
അല്ല, നമുക്ക് ഏത് വഴിക്ക് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിനിമയാണ് അല്ലെ, സിനിമ ആളുകൾ മാറി വരാം അല്ലെ, ചിലപ്പോ ഷൂട്ടിങ്ങില് ഡേറ്റുകൾ ക്ലാഷായിട്ട്. എന്തുകൊണ്ടാണ് അവരുടെ അടുത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ള ആരാണെങ്കിലും എനിക്ക് ആ ഒരു അവസരം കിട്ടിയെന്നുള്ള അദ്ദേഹത്തിനോട് ഏറ്റവും നന്ദിയുള്ള. എന്തായാലും നല്ല സിനിമയുടെ ഭാഗമായല്ലോ അല്ലെ, നമ്മൾ ഇത്ര നാളത്തെ കഷ്ടപ്പാടിൽ ഒരു നല്ല സിനിമയുടെ നല്ലൊരു കമ്പനിയുടെ കൂടെ, ഒരു വലിയ ക്യാൻവാസിലുള്ള വലിയ സിനിമയുടെ ഭാഗമാകുമ്പോൾ ജിവിനും ലിസ്റ്റും പ്രൊഡ്യൂസർ നല്ലൊരു കമ്പനിയുടെ കൂടെയാണ്. അതെ അതെ, അത്ര ഒരു ബാനറുകൾ നമുക്ക് വേണമല്ലോ, ഒരു നല്ല ആർട്ടിസ്റ്റുകൾ അല്ലെ. എങ്ങനെ ഉണ്ടായിരുന്നു, എൻജോയ് ചെയ്തോ? പിന്നെ ഉറപ്പായിട്ടും നന്നായിട്ട് എൻജോയ്. വിനയ് ഫോട്ടോ ഒക്കെ ഭയങ്കര സപ്പോർട്ട് അല്ലേ? പിന്നെ എല്ലാരും ജാഫർക്ക, വിനേട്ടൻ, നിവിൻ ചേട്ടൻ, എല്ലാരും. അതെ, അർഷയുടെ പേര് പറയാം. അർഷയും ഈ പറഞ്ഞ അർഷയും മമിതയും വിജുലേഷൻ ഞങ്ങൾ ഒരു ഏജ് കാറ്റഗറിയിൽ പെടുന്നവരായിട്ട് ഞങ്ങൾ അങ്ങനെ മാറിയിരിക്കുന്നത്. ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് പോയില്ലേ കയ്യിൽ നിന്ന്. അതായത് ഈ പിള്ളേര് 22 വയസ്സുള്ള പിള്ളേരാണ്. ആശയ മമിത ആ കാറ്റഗറിയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരെ കണ്ടോ? നമ്മളല്ല, അത് ഏത് ഏജ് ഗ്രൂപ്പാണത് ശ്രീനാഥ്? മറ്റേ കമ്പനി വൈബിന്റെ. അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, കറക്റ്റ് ആണ്. അതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അവര് സീനിയേഴ്സ് ആയതുകൊണ്ട്. സീരിയസ് അങ്ങനെ ഞങ്ങള് ശരി സത്യം ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങള് എല്ലാരും ഒരു ഭാഷ ശരിക്കും ഏജ് ബേസ് ഭയങ്കര താഴത്തേക്കാണ്. പക്ഷെ നമ്മളെല്ലാരും കണ്ടംപററീസ് ആണ്. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന തമാശകളും, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോണെങ്കിലും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാരും കോ ആക്ടേഴ്സ് ആയിട്ടാണ്. ഇവിടെ സീനിയർ ജൂനിയർ ഉണ്ടായില്ല, ടിൽ ആൻ എക്സ്റ്റെന്റ് നിവിൻ അടക്കം. പിന്നെ ജാഫർക്കനെ കൂട്ടണ്ട, ജാഫർക്ക വേണമെങ്കിൽ 10 വയസ്സിലേക്ക് താഴെ. ജാഫർക്ക പൊളി. എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന സിനിമയുടെ ഏറ്റവും എൻജോയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ജാഫർക്കാണ്. ഞാനും വിജിലേഷും ജാഫർക്കയും കൂടി ഒരു കാറിന്റെ യാത്രയുണ്ട്. ചിലപ്പോ 1.5 മണിക്കൂറൊക്കെ അങ്ങോട്ടുണ്ടാവും, 1.5 മണിക്കൂർ ഇങ്ങോട്ടുണ്ടാവും. അപ്പൊ ജാഫർക്കയുടെ അനുഭവങ്ങളും പുള്ളി തുടങ്ങിയെടുത്തുന്നുള്ള തമാശകളും ഒക്കെ ആയിട്ട് അത് സമയം പോകുന്ന അറിയില്ല. നമ്മള് ജാഫറിന്റെ കൂടെ സമയം പോകുന്ന നമ്മൾ അറിയില്ലോ. ലൊക്കേഷൻ ആയാലും നമ്മള് യാത്രയിലാണെങ്കിലും പുള്ളി നിർത്താതെ സംസാരിച്ചോളൂല്ലോ. അനുഭവങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് അതിന്റെ എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. മറ്റൊരാളെ കൂടെ കാണിച്ചു തരും, ഇതാണ് അയാളെ പോലെയാണ് ഇയാൾ കാണിച്ചു തരും. അതൊരു വല്ലാത്തൊരു ആക്ടറാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു ആക്ടർ എത്രയോ സിനിമകളായി അല്ലെ, എല്ലാ സിനിമകളിലും ഉണ്ട്. ഇപ്പൊ ഡേറ്റ് ഇല്ലാത്ത ആളുകളായി ലിസ്റ്റിലുള്ളതാണ് ജാഫർ. അങ്ങനെ മാത്രമല്ല ഇപ്പോഴും ഭയങ്കര ഗ്രൗണ്ടഡ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എനിക്ക് ഭയങ്കര ആക്ടേഴ്സിനെ കാണുമ്പോൾ ഞാൻ അവരോട് എക്സ്പ്രസ് ചെയ്യും പോയിട്ട്. ഇപ്പൊ ചുരുളിയിൽ ജാഫർക്ക് ചെയ്ത പോലത്തെ ഒരു പരിപാടിയൊന്നും എനിക്കറിഞ്ഞൂടെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ചുരുളിയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ പോയിട്ട് പറയും, ചില സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അത് ജാഫർക്കൊക്കെ വേണ്ടി ഉണ്ടായ ഒരു കഥാപാത്രം പോലെയാ. ഞാൻ ചില സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോയി പറയും, ജാഫർക്ക് അതിലെ പന്നി പുളിയാണ്ടെന്നൊക്കെ പറയുമ്പോൾ പുള്ളി അൺകംഫർട്ടബിൾ ആവും. നമ്മളൊരാളെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പുള്ളി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റിക്കളയും. പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ അത് പുള്ളി ഒരിക്കലും അത് ഉള്ളിലേക്ക് എടുക്കില്ല. പുള്ളി അഭിനയിച്ച സിനിമകൾ പുള്ളി കാണില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു തരത്തില് ഭയങ്കര റോ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പൊ ജാഫർക്ക് നമ്മുടെ കൂട്ടത്തില് ഈ പറയുന്ന ഇവരേലും പ്രായം കുറഞ്ഞ ഒരാളെ പോലെ ആയിരുന്നു. അതെ, എപ്പോഴും അങ്ങനെയല്ല. ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത ആർട്ടിസ്റ്റുകളെ പോലെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഇതിൽ ഒരു പാട്ടുണ്ട് അല്ലെ, ക്യാമറ ആണെങ്കിലും സൂപ്പർ. അവിടെ ആകുമ്പോൾ വിഷ്വൽസിന്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാനില്ല. മേക്കിങ്ങിന്റെ കാര്യത്തില് ഇപ്പൊ ഹനീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു മൈൻഡ് ബ്ലോയിങ് ആണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു ഹ്യൂമർ സിനിമ ട്രീറ്റ് ചെയ്യുന്ന പോലെ അല്ല ഈ സിനിമ ട്രീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വേറെ അതായത് വലിയ ക്യാൻവാസിലാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ ചെലവാക്കിയതിന്റെ ഒരു ഡബിൾ ഒരു ഗ്രാൻഡിയർ ഹനീഫ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫിലിം മേക്കർ എന്നുള്ള തരത്തില്, അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ഫിലിം മേക്കർ എന്നുള്ള തരത്തിൽ ഹനീഫ് എനിക്ക് തോന്നുന്നു ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹനീഫിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് മഹത്തായ കമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും അത് ഈ ഓണം പ്രേക്ഷകർ കണ്ട് വിധി എഴുതട്ടെ. ഈ പറഞ്ഞതുപോലെ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്, സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആണ്. സിനിമകൾ ഇറക്കുന്ന മത്സരത്തിന് വേണ്ടിയല്ല, നമ്മുടെ കുഞ്ഞാണ് നമുക്ക് നല്ലത് എന്നുള്ള ഒരു പ്രതീക്ഷയാണല്ലോ. എനിക്ക് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, എന്നോട് തിരക്കഥ വായിച്ചപ്പോൾ മുതൽ ഹനീഫ് പറഞ്ഞ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ആബ്സല്യൂട്ട് കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. പ്രത്യേകിച്ച് ഓണം പോലത്തെ ഒരു സീസണിൽ ഈ സിനിമക്ക് ഭയങ്കര സ്പേസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ആ കോമ്പറ്റ് ചെയ്യുന്ന സിനിമകൾ ഡെഫിനറ്റ്ലി വലിയ സിനിമകളാണ്. പക്ഷെ പറയുന്നത് നമ്മുടെ ജോണറിന് ഒരു പ്രത്യേകതയാണ്, നമ്മുടെ കോമഡി പടമാണ്.
ഇതൊരു കോമഡി ഹീസ്റ്റ് ആണ്. നമ്മളെ തന്നെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരുപാട് തമാശകളുള്ള ഒരു കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. എനിക്ക് തോന്നുന്നു ഓണത്തിന് കൂടുതൽ സ്പേസ് ഈ സിനിമക്കാണ്. തീർച്ചയായിട്ടും അത്തരം അടി പടങ്ങളുടെ അപ്പുറത്തേക്കുള്ള ഒരു സാധ്യത ഈ സിനിമ. അങ്ങനത്തെ സിനിമകൾ കേറുന്നുണ്ട്. ആൾക്കാർ ഡിമാൻഡ് ചെയ്തതും കോമഡി ആണല്ലോ. ആളുകൾക്ക് ചിരിച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ല പോയിരിക്കുന്നത്, ഫാമിലി ആയിട്ടിരിക്കാൻ. അത് ഓണത്തിന് സിനിമ കാണാൻ പോകുന്നവരാണല്ലോ കൂടുതലും. നമ്മൾ എന്ത് ഫെസ്റ്റീവ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മള് കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ട് പോയിട്ട് വെടിവെപ്പും കുത്തും കൊലയും, അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാ പോണെങ്കിൽ ഞാൻ ഒരു പക്ഷേ ഈ പറയുന്ന പോലത്തെ ഒരു ഡാർക്ക് ഗാങ്സ്റ്റർ പരിപാടിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് ചിരിക്കാൻ പറ്റുന്ന നല്ല പാട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹ്യൂമറുള്ള പരിപാടിയൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും അത്തരം ഒരു സ്പേസിൽ ഈ സിനിമ സേഫ് ആണെന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും അങ്ങനെ ആകട്ടെ ഈ സിനിമ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. സൂപ്പർ ഹിറ്റ് ആകണം. ഈ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ പിന്നീട് വൈഫൊക്കെ എന്ത് പറഞ്ഞു ഇത് കണ്ടിട്ട്, ഈ ട്രോള് കണ്ടിട്ട്? അതായത് ഞാൻ ട്രോൾ ചെയ്യപ്പെടുക, ആളുകൾ എന്നെ കളിയാക്കുക, ഞാൻ ഭയങ്കര വിരൂപനായിട്ടിരിക്കുക, അതൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഭാര്യയാണ്. ഒരുപക്ഷെ ആളുകൾ ഭയങ്കര ഗുഡ് ലുക്കിംഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അത് ഇഗ്നോറേ ചെയ്യും. അത് കേട്ടിട്ടും കൂടി ഇല്ല, ബാധിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള പരിപാടികൾ പുള്ളി തകർത്തോണ്ടിരിക്കുകയാണ്. ഈ ട്രോൾ പരിപാടി ഉണ്ടല്ലോ, ഓരോ ട്രോൾ നോക്കിയിട്ട് ഒറ്റക്കിരുന്ന് ചിരിച്ച് കസേരന്ന് മറിഞ്ഞു വീഴുക, പിന്നെ അവിടെ കിടന്ന് ഉരുളുക, അങ്ങനെ പരിപാടിയൊക്കെയാണ്. പക്ഷെ ഇത് തന്നെ മറ്റേ സൈഡാണെങ്കിൽ പുള്ളിക്ക് ഓക്കെയാണ്. അങ്ങനെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിമെന്റ് അല്ല. ഇങ്ങനെ ഇപ്പൊ ഞാനൊരു അത്യാവശ്യം വെയിറ്റ് കൂട്ടിയിട്ടുള്ള സിനിമ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെയിറ്റ് കൂട്ടുന്നുണ്ട് എന്റെ. അപ്പൊ പുള്ളിയുടെ ആഗ്രഹം എന്നെ ആ രൂപത്തിൽ കാണണം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഭാര്യയാണ് എന്റെ. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്, പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വാ പോലും അനക്കാതെയാണ് ഇത്രയും വലിയ ട്രോൾ ഉണ്ടായത്. അതാ ടിനിയൊക്കെ എന്തെങ്കിലും പറഞ്ഞാലാണ് ട്രോൾ ഉണ്ടാവുന്നത്. പിന്നെ ഒരു ഇരിപ്പിൽ ഇത്രമാത്രം ട്രോള് എവിടെ എത്തി എന്നുള്ളതാണ്. തുറക്കാൻ പറ്റില്ല സോഷ്യൽ മീഡിയ. മുഴുവൻ ക്രെഡിറ്റ് എനിക്ക് മറ്റേ മജുവിന് കൊടുക്കേണ്ടതാണ്. കാര്യം മജുവിന്റെ ഡിസൈൻ ആണല്ലോ ഇത്. അതെ അതെ അല്ലേ? അവസാനം എനിക്ക് ഗുണം ചെയ്യുന്നു. ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞു, അവനോട് തന്റെ പടം എന്റെ പടമല്ലല്ലോ താൻ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കണെന്ന് വെച്ച്. പക്ഷെ എല്ലാ ഇന്റർവ്യൂവിലും തന്റെ പടത്തിന്റെ കാര്യവും തന്റെ പേര് ഞാൻ എടുത്ത് പറയുന്നു പറഞ്ഞു. അതല്ല ചെയ്യേണ്ടത്. അതെ, അത് പറയുന്നുണ്ട്. പിന്നെ എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, ട്രോളുകൾ ഇനിയും ഉണ്ടാകട്ടെ. ട്രോളുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് വളർച്ച കൂടുകയുള്ളൂ. ഏറ്റവും പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ പൈസ എണ്ണി കൈ ഒടിയട്ടെ. അതെ തീർച്ചയായിട്ടും അത്തരം സിനിമകളാണ് ഇനിയും വരേണ്ടത്. അപ്പം ഒത്തിരി സന്തോഷം. സിനിമ കാണുക. ഓണം റിലീസാണ്, 25-ാം തീയതിയാണ്. കൃത്യമായി തിയേറ്ററിൽ പോയി സിനിമ കണ്ട് സത്യസന്ധമായി റിവ്യൂ എഴുതുക. സിനിമ കാണാതെ സിനിമയെ കൊല്ലരുത് എന്നും ഞാൻ പറയുന്നത് വീണ്ടും ആവർത്തിക്കൂ. സിനിമ കാണാതെ സിനിമയെ കൊല്ലരുത്. ഇത്ര നേരം പങ്കെടുത്ത 4 പേർക്കും ഒത്തിരി നന്ദി. ഓണം അടിപൊളിയാകട്ടെ, ഈ സിനിമയും അടിപൊളിയാകട്ടെ. താങ്ക് യു സോ മച്ച്.